ടാരോ പഠിക്കാനായിട്ട് എത്ര സമയം വേണം? ഈ ഒരു ചോദ്യം എപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്. താങ്കൾക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. ടാരോ പഠിക്കാൻ എത്ര സമയം വേണമെങ്കിൽ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ താങ്കൾക്ക് അതിന് ഉത്തരം കിട്ടും. അതിനു മുമ്പ് ഞാൻ താങ്കൾക്ക് ആദ്യമായിട്ട് നന്ദി പറയുന്നു ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചതിന്. രണ്ടാമതായിട്ട് താങ്കൾക്ക് എന്നെ അറിയില്ലെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാൻ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ മലയാളത്തിൽ ടാരോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓൺലൈനായി. താങ്കൾക്ക് ടാരോ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ സൗജന്യമായിട്ട് പങ്കെടുക്കാവുന്നതാണ്. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് താങ്കൾക്ക് അതിൽ പങ്കെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ടാരോ പഠിക്കാനായിട്ട് എത്ര സമയം വേണം? ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിക്കുന്നു കരുതുക. ഒരു ടൂ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിക്കുന്നു. അവർ നമുക്ക് ആദ്യം ബാലൻസ് പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അതിനുശേഷം അവർ ക്ലച്ച് ഉപയോഗിക്കുക, എങ്ങനെയാണ് ആക്സിലേറ്റർ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നു. പിന്നെ നമുക്കവർ എട്ടെടുക്കാൻ ട്രെയിനിങ് തരുന്നു. നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അന്ന് പോകുന്നു, ഒരു എട്ടെടുക്കുന്നു. അത് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നു. അതിനർത്ഥം നമ്മൾ ഒരു എക്സ്പേർട്ട് റൈഡറായി എന്നാണോ? ഒരിക്കലുമല്ല. പക്ഷേ അതിന് ഒരു സ്പെസിഫിക് ആയിട്ടൊരു സമയം അവർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് റോഡുകളിലൂടെ ഓടിച്ച് നമ്മൾ സ്വയം ആണ് ഇതിൽ ആത്മവിശ്വാസം നേടിയെടുക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് നമുക്ക് ടാരോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടാരോ പഠിക്കാൻ വരുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ടാരോ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഊർജ്ജങ്ങളിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു മനുഷ്യജീവിതം, മാതൃകാ മനുഷ്യജീവിതം പഞ്ചഭൂതങ്ങൾ അധിഷ്ഠിതമായി എങ്ങനെയാണ് എന്ന് ചിത്രങ്ങളിലൂടെ വരച്ച് കാണിക്കുന്നതാണ് ടാരോ. അതിൽ ഓരോ ചിത്രവും നമ്മുടെ ജീവിതവുമായിട്ട് പ്രതിഫലിച്ചുകൊണ്ട് അപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ഒരു 85 മുതൽ 90% നമുക്ക് കാണിച്ചു തരും. 100 എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ടാരോ പഠിക്കാനായിട്ട് വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, യൂണിവേഴ്സ് ഹബ് എന്ന് പറയുന്ന. അത് കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഓൺലൈനിൽ ടാരോ പഠിക്കുന്ന ഒരു സമൂഹമാണെന്ന് അഭിമാനത്തോടെ പറയുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഈ കാർഡുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്, എന്താണ് കാർഡുകളുടെ അർത്ഥം എന്ന് പറയുന്നത് മനഃപ്പാടമാക്കാതെ, എപ്പോഴും കാർഡുകൾ എന്ന് പറയുന്നത് വിഷ്വൽ മെമ്മറിയാണ്, ചിത്രങ്ങളാണ് ഓർക്കുന്നത്. അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സ്പ്രെഡ്, ഒരു ടാരോ റീഡർ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളത് കൂട്ടി വായിക്കുന്നത്, ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിത് സ്വയം പ്രാക്ടീസ് ചെയ്ത് സ്വയം പരിശീലിച്ചാണ് എല്ലാവരും മികച്ചതാവുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്ന് പഠിക്കാൻ സമയമെടുക്കും. ചിലവർ 2 മാസം കൊണ്ട് പഠിക്കും, ചിലവർ 2 ആഴ്ച കൊണ്ട് പഠിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 2 ആഴ്ച കൊണ്ട് പഠിച്ചൊരു വ്യക്തി മികച്ച ടാരോ റീഡർ ആവണമെന്നില്ല. ഉദാഹരണത്തിന് നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒരാൾ ഡ്രൈവിംഗ് പഠിച്ച് 100 കിലോമീറ്റർ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നു കരുതുക. അയാൾ ഒരിക്കലും ഒരു മികച്ച ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല. അതേസമയം കനത്ത ട്രാഫിക്കിൻ്റെ ഉള്ളിൽ വണ്ടി തട്ടാതെ ആരെയും മുട്ടാതെ ഓടിക്കുന്ന ആളാണ് മികച്ച ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ടാരോ റീഡിങ്ങും അതുപോലെ യാണ്. അത് സമയത്തിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതിനേക്കാളും കൂടുതൽ നമുക്ക് എന്ത് റിസൾട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അവിടെ സ്പീഡല്ല വരുന്നത്, നമുക്ക് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുമോ, നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുമോ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നവരാണ് ആഴത്തിൽ നല്ല റീഡേഴ്സ് ആവുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പ്രധാനമായിട്ടുള്ളത്, എപ്പോഴും നമ്മുടെ ഒരു സമൂഹം, നമ്മൾ പഠന സമൂഹം നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ തോന്നുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെന്ന് പറയുന്ന യൂണിവേഴ്സ് ഹബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി മോഡലാണ്. ഇവിടെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര സഹകരണമാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും അത് ചെയ്യാൻ പറ്റും. എപ്പോഴും നമുക്കറിയാലോ, നമ്മൾ ഭാഷ പഠിച്ചത് അനുകരിച്ചാണ്, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ അനുകരിച്ചാണ് പഠിച്ചത്. അതേപോലെ ഒരു കൂട്ടായ്മ ഓൺലൈനിൽ വരുമ്പോൾ അവിടെ നമ്മളിത് അനുഭവിക്കുകയും അനുകരിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടാരോ പഠിക്കാനായിട്ട് എത്ര സമയം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര മറുപടി ഉള്ളൂ. അതിന് കോച്ചിങ്ങിനൊരു സമയമുണ്ട്, പ്രാക്ടീസിനൊരു സമയമുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ പഠിക്കുന്നത്. താങ്കളുടെ പ്രായം, പഠിക്കാനുള്ള സമയം എന്ന് പറഞ്ഞു സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു 2 മാസത്തിനുള്ളിൽ കാർഡുകളുടെ അർത്ഥം, സ്പ്രെഡ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് റീഡ് ചെയ്ത് പ്രാക്ടീസ് വരേണ്ട 1.5 മുതൽ 2 മാസം വരെയാണ് വരാറുള്ളത്. ചിലർ വളരെ വേഗത്തിൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രൊഫഷണൽ കോൺഫിഡൻറ്റ് ടാരോ റീഡർ ആവാൻ 4 മുതൽ 6 മാസം വരെയാണ് വേണ്ടത്. അതിൽ നമ്മൾ നല്ല രീതിയിൽ പരിശീലിക്കണം, സ്വയം പരിശീലിക്കണം, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ റീഡ് ചെയ്യണം. ചിലപ്പോൾ റീഡിങ്ങിൽ തെറ്റൊക്കെ ചെയ്യും, പക്ഷേ നമുക്കറിയാലോ, സൈക്കിളോട്ട് പഠിച്ചപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം വീണു, അത് നമ്മൾ കെയർ ചെയ്യാറില്ലല്ലോ. നമ്മൾ ആ സൈക്കിൾ റൈഡിങ് എൻജോയ് അല്ലേ ചെയ്യുള്ളൂ. അതേപോലെ ഒരു ദിവസം നിങ്ങൾ മികച്ച ടാരോ റീഡറായി ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിമാനത്തിൽ നിങ്ങൾ പഠിച്ച പാഠം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്.